ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വെന്റിലേറ്ററിൽ തന്നെ തുടരും. ആളുകളെ തിരിച്ചറിയുന്നുണ്ട്. ശ്വാസകോശത്തിന്റെ പരിക്ക് മെച്ചപ്പെട്ടെന്നും നിലവിലെ ചികിത്സ തന്നെ തുടരുമെന്നും ഡോക്ടർമാർ മാധ്യമങ്ങളെ അറിയിച്ചു. ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത്? രോഹിണി, വെന്റിലേറ്ററിൽ തന്നെ തുടരേണ്ടതുണ്ട്. പക്ഷേ ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നാണ് മെഡിക്കൽ സംഘം യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. തലച്ചോറിനും നേരിയ പുരോഗതിയുണ്ട്. ഒപ്പം തന്നെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും മെച്ചപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മെച്ചപ്പെട്ടുവെന്നാണ് മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുള്ളത്. വേദനയുണ്ടെന്ന് ഉമാ തോമസ് തന്നെ നേരിയ ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേദനയുള്ളപ്പോൾ ശ്വാസോച്ഛ്വാസത്തിന് കുറച്ച് ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസം എടുക്കുന്നത്. പക്ഷേ നിലവിൽ സ്വയം ശ്വാസം വലിക്കാനായിട്ടുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്കെങ്കിലും സ്വയം ശ്വാസം വലിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ശ്വാസകോശത്തിനേറ്റ പരിക്ക് മെച്ചപ്പെട്ടു എന്നാണ് നിലവിൽ അവർ പറയുന്നത്. ഇതേ ചികിത്സാ രീതി തുടരാനായിട്ടാണ് വിദഗ്ധ സംഘം നിലവിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരവും മെഡിക്കൽ ബോർഡ് യോഗം കൂടിയിരുന്നു. തുടർന്നാണ് ഇതേ രീതിയിലുള്ള ചികിത്സാ രീതി തന്നെ തുടരാനായിട്ട് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നിലവിൽ മക്കളെ അടക്കം ഉമാ തോമസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൈകാലുകൾ അനക്കി ശരീരം മുഴുവൻ ചലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും തലച്ചോറിനും ശ്വാസകോശത്തിനുമാണ് നിലവിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ളത്. നേരിയ പുരോഗതി ഉണ്ടെങ്കിലും അണുബാധ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്വാസകോശത്തിനുള്ളിൽ രക്തം കട്ട പിടിച്ച ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ബഹുഭൂരിപക്ഷ ഭാഗവും മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇനി ആന്റിബയോട്ടിക് ഉപയോഗിച്ച് വേണം അത് സ്വമേധയാ രക്തം കട്ടപിടിച്ചത് നീക്കം ചെയ്യാനായിട്ട്. ആ രീതിയിലുള്ള ചികിത്സയാണ് ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അണുബാധ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായിട്ടാണ് മെഡിക്കൽ സംഘം പറഞ്ഞിട്ടുള്ളത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.